മറ്റൊരു പുതിയ വിവാദത്തെക്കുറിച്ചാണ്. മുസ്ലിം ലീഗ് സമസ്ത നിഴൽയുദ്ധം ഏറ്റുപിടിച്ച് നേതാക്കളുടെ വാക്പോര് തുടരുകയാണ്. വോട്ടിനെ ബാധിക്കാതിരിക്കാൻ മുസ്ലിം ലീഗും സാഹചര്യം മുതലെടുക്കാൻ LDFും തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഉമർ ഫൈസി മുക്കം ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് ഇന്ന് മറുപടിയുമായി നാസർ ഫൈസി കൂടത്തായി എത്തി. സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണം നിർബാധം തുടരുകയുമാണ്. സുപ്രഭാതം പത്രം കത്തിച്ച പാർട്ടിയുടെ പേരെന്ത്? സമസ്ത അധ്യക്ഷനെ ആക്രോശിച്ച ജനറൽ സെക്രട്ടറി ആര്? ഇങ്ങനെ പോകുന്നു പരിഹാസം നിറഞ്ഞ ചോദ്യങ്ങൾ. പൊന്നാനി സമസ്ത കൂട്ടായ്മ എന്ന പേരിലാണ് ഈ ചോദ്യാവലി പ്രചരിക്കുന്നത്. ലീഗ് സമസ്ത ഭിന്നതയുണ്ടെന്ന് ഉമർ ഫൈസി മുക്കം ഇന്നലെയാണ് തുറന്നു പറഞ്ഞത്. പാണക്കാട് ഹൈദരലി തങ്ങളുടെ മരണത്തിനിടയാക്കിയത് ലീഗിലെ ചില നേതാക്കളാണെന്ന പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസയുടെ ആരോപണവും ഉമർ ഫൈസി ഉന്നയിച്ചത് ലീഗിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. ഇതോടെ ലീഗ് അനുകൂലികളായ സമസ്ത നേതാക്കൾ ഉമർ ഫൈസിയുടെ നിലപാടിനെ തള്ളി രംഗത്ത് വന്നു. സമസ്തക്ക് രാഷ്ട്രീയമായി പ്രത്യേകിച്ച് ഒരു മുന്നണിയോടോ ഒരു സംഘടനയോടോ ഒരു പാർട്ടിയോടോ പ്രത്യേക ബന്ധമൊന്നുമില്ല എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഖ്യാപനമായിരിക്കുന്ന അതിൻ്റെ നിലപാടാണ്. വ്യക്തിപരമായി രാഷ്ട്രീയമാവാം. അതുകൊണ്ട് ഞങ്ങളൊക്കെ പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടും അല്ലാതെയും ഞങ്ങളുടെ രാഷ്ട്രീയപരമായ ചില നിലപാടുകളൊക്കെ കുടുംബയോഗങ്ങളിലൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. സമസ്ത CIC തർക്കത്തിൽ ലീഗ് സ്വീകരിച്ച നിലപാട്, പിന്നാലെ പട്ടിക്കാട് ജാമിയ സമ്മേളനത്തിൽ നിന്ന് ലീഗ് വിരുദ്ധരായ സമസ്ത നേതാക്കളെ ഒഴിവാക്കിയ സംഭവം, സമസ്ത അധ്യക്ഷനെതിരായ PMA സലാമിന്റെ പ്രസ്താവന, ഒടുവിൽ സുപ്രഭാതം പത്രം കത്തിച്ച സംഭവം, അങ്ങനെ നീളുന്നു ലീഗ് സമസ്ത തർക്കങ്ങൾ. ഇതിനിടെയാണ് LDF സ്ഥാനാർത്ഥി KS ഹംസ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളെ ഏറ്റുപിടിച്ച് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം തന്നെ രംഗത്ത് വന്നത്. സമസ്തയിലെ പോര് പരമാവധി മുതലാക്കാനാണ് LDF നീക്കം. അത് സമസ്തയുടെ പല പ്രഖ്യാപിത നയങ്ങളെയും തകർക്കാൻ ലീഗിലെ ഒരു വിഭാഗം നേതൃത്വം എന്നും ശ്രമിക്കാറുണ്ട്. ഇത് സ്വാഭാവികമായ ബഹിർഗമനങ്ങളാണ്. ആത്മാവിൻ്റെ അറകളിൽ തിങ്ങി വിങ്ങി കെട്ടുന്ന ശ്വാസം മുട്ടിക്കിടക്കുന്ന പല വികാരങ്ങളുടെയും സ്വാഭാവിക ബഹിർഗമനമാണ് ഈ നടക്കുന്നതൊക്കെ. പൊന്നാനിയിലെ അപ്രതീക്ഷിത വിവാദങ്ങൾ മത്സരഫലത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് കണ്ടറിയണം. ഈസി വാക്കോവർ പ്രതീക്ഷിച്ച പൊന്നാനിയിൽ ട്വിസ്റ്റെത്തിയത് സമസ്തയിലെ ഉൾപോരി രൂപത്തിൽ. ഒന്നിനോട് പ്രതികരിക്കേണ്ടെന്നാണ് മുസ്ലിം ലീഗ് നിലപാട്. ഒപ്പം കരുതലോടെ നീങ്ങാനും. ഇക്കാര്യങ്ങൾ പൊന്നാനിയിലെ വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കുമെന്നതാണ് അവശേഷിക്കുന്ന ചോദ്യം. ഉത്തരം ലഭിക്കാൻ ഇനി അധിക ദിവസം കാത്തിരിക്കേണ്ട. സമീർ ബിൻ കരീം, 24 തിരൂർ.